Radio City Originals. Made in Kerala, made in Kerala. Hi, this is Sanish Bhaskaran and Swagatam everyone to Radio City Original Made in Kerala, powered by Joy Alucas, the world's favorite jeweler. Let's connect with iconic Malayalis who have made Kerala proud across the globe. മലയാളിയാണോ എന്ന ചോദ്യത്തിന് ഇവർ പറയുന്നത് ഒരു ഉത്തരമാണ്. അതെ, മലയാളിയാണ്. The guest on today's episode of Radio City Original Made in Kerala, powered by Joy Alucas, is someone who has played many roles in life. He worked as a call center executive, he worked as a fitness trainer, he worked as an assistant director, and even as a junior artist. Today, he is India's topmost rapper and a respected music artist. Ladies and gentlemen, Chetamare Chichimare, we have with us the God's own child from the God's own country, the very Malayali, Dino James. Namaskaram. Namaskaram. Thank you so much for this amazing, warm introduction. And ഇത് ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാൻ കേരളത്തിന് വേണ്ടി ഒരു മലയാളത്തിൽ എന്റെ മലയാളം ഒത്തിരി നല്ലതല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ. നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട്, ഒരു പേടിയും വേണ്ട. കുഴപ്പമില്ല. ഞാനിത് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഇത് സത്യത്തിൽ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു മലയാളം കേരളത്തിലെ ഇന്റർവ്യൂ അല്ലേ? ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യത്തെ ഫസ്റ്റ് ടൈം ഞാൻ ഒരു ഇന്റർവ്യൂ തന്നായിരുന്നു ഓൾമോസ്റ്റ് 5-6 years ബാക്ക്. അത് പക്ഷേ സ്പോക്കൺ ഇന്റർവ്യൂ അല്ലായിരുന്നു, അതൊരു റിട്ടൺ ഇന്റർവ്യൂ ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറയാമല്ലോ അവിടെ വെച്ച്. ഡിനോ ജനിച്ചതും വളർന്നതും നമ്മുടെ ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്ന മധ്യപ്രദേശിലാണ്. ബട്ട് കറന്റ്ലി യു ആർ സ്റ്റേയിങ് ഇൻ ദ ഹാർട്ട് ഓഫ് എവറി ഇന്ത്യൻ ഹു ലവ്സ് റാപ്പ് ആൻഡ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. മലയാളിയായ ഡിനോന്റെ കഥയാണ് നമുക്ക് അറിയേണ്ടത്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിഷ്യനായ ഡിനോന്റെ കഥ നമുക്ക് ഇന്റർനെറ്റ് എല്ലാം കിട്ടും. പക്ഷെ മലയാളിയായ ഡിനോന്റെ കഥ ഇന്റർനെറ്റിൽ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചാലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ ചോദ്യം, നാട്ടിൽ എവിടെയാണ്? കേരളമായിട്ട് എന്താണ് ഡിനോന്റെ കണക്ഷൻ? ഞാനൊരു തനി മലയാളിയാണ്, മലയാളി കാത്തലിക് ആണ്. അതുകൊണ്ട് ആദ്യമായിട്ടുള്ള ഡിനോ ജെയിംസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇവിടെ റാപ്പ് ഫീൽഡിൽ വന്ന അവരുടെ ഒരു ഡിഫറെന്റ് സ്റ്റേജ് നെയിം കാണും. അപ്പൊ ആദ്യത്തെ ചോദ്യം എല്ലാവരും എന്നോട് ചോദിക്കും, ഇത് റിയൽ നെയിം ആണോ അത് ഫേക്ക് നെയിം ആണോ? അപ്പൊ ഞാൻ എല്ലാവരോടും പറയും ഡിനോ ജെയിംസ് റിയൽ നെയിം ബിക്കോസ് മല്ലു കാത്തലിക്. സോ മമ്മിയുടെ വീട് ട്രിവാൻഡ്രം, ഡാഡിയുടെ വീട് ചങ്ങനാശ്ശേരി മണിമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞ മണിമലയിൽ അവിടെ നാട്ടമ്പറമ്പും മണിമല ആറും ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പം ഞാൻ എന്തോ ഡാഡിക്ക് തോന്നി, കല്യാണത്തിന്റെ മുമ്പേ ഡാഡി എം പി വന്ന് സെറ്റിലായി. അപ്പൊ ജനിച്ച് വളർന്നത് ഞാൻ എം പിയിൽ തന്നെയാണ്. പക്ഷേ മമ്മി ഒത്തിരി ട്രൈ ചെയ്ത് മലയാളം നല്ലപോലെ ഇത് എനിക്ക് അറിയാവുന്ന മലയാളം ആക്ച്വലി അവിടെ എല്ലാം ത്രൂ മമ്മിയാണ് വരുന്നത്. അപ്പം പക്ഷെ എം പിയിൽ അത്ര മലയാളം സ്പീക്കിംഗ് കൾച്ചർ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഞാൻ കൂടുതൽ ഇൻക്ലൈൻഡ് അവിടുത്തെ ഉള്ള കൾച്ചർ, അവിടുത്തെ ഉള്ള ഫ്രണ്ട്സ് എല്ലാം കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഹിന്ദി ഒത്തിരി നല്ലത്, മലയാളം ഒത്തിരി എന്റെ പോരാ. കുട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഒത്തിരി നല്ലതായിരുന്നു. ഒത്തിരി മിക്സ് കൾച്ചർ ആയിരുന്നു. അപ്പം ചർച്ചിന്റെ കൾച്ചറെല്ലാം അവിടെ അത്ര ലൗഡായിട്ട് ഇല്ല. അതുകൊണ്ടാണ് എന്റെ കൂടുതൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഹിന്ദുയിസം, ദുർഗാജി, ഹോലി, ദിവാലി, അതെല്ലാം ഒത്തിരി കൂടുതലാണ്. പക്ഷെ മമ്മി ഒരു റൈറ്റർ ആണ്. മമ്മി മലയാളം മനോരമ, വനിത, മംഗളം അതിലെല്ലാം ഒത്തിരി എഴുതാറുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടിയത് ആക്ച്വലി ത്രൂ മമ്മി തന്നെ കൂടെ തന്നെ. മമ്മി കംപ്ലീറ്റ്ലി ഒരു ആർട്ടിസ്റ്റ് ആണ്, ഡാഡി കംപ്ലീറ്റ്ലി ഒരു എഞ്ചിനീയർ. ആർട്ടും കൊത്തും ഒന്നും നമുക്ക് ലൈഫിൽ വേണ്ട. അങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ ഫാദർ ആണ് ഡാഡി. സോ ഇഷ്ടം പോലെ ചേർച്ചിന്റെ പാട്ട്, ആയിരം കണ്ണുമായി, all those songs, അതെല്ലാം ജനിച്ചാണ് ഞാൻ വളർന്നത്. എല്ലാം ആർട്ടും ക്രാഫ്റ്റും എല്ലാം കംപ്ലീറ്റ്ലി ത്രൂ മമ്മിയാണ് വന്നത്. മമ്മിയെ ഇരുന്ന് പഠിപ്പിച്ചത്. കൊന്ത വരയ്ക്കാനും പിന്നെ നന്മ നിറഞ്ഞെന്ന് പറയും, അതെല്ലാം മമ്മിയാണ് പഠിപ്പിച്ചത്. ഡിനോന്റെ പാട്ടുകൾക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കതിലെ ലിറിക്സുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദേ ആർ വെരി ഇന്റൻസ്. പ്രൊലിഫിക് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ്. കാരണം എല്ലാ പാട്ടും ഡിനോ തന്നെയാണ് എഴുതുന്നത് എനിക്ക് മനസ്സിലായത്, അല്ലേ? ഡിനോന്റെ പാട്ടുകള് എന്നാൽ അധികം പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ആസ് എ ചൈൽഡ് ഡിനോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ലേണിംഗിന് വേണ്ടിയിട്ട്. അതായത് എഴുതാനും വായിക്കാനും കുട്ടിക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ?
കുറച്ച് ബുദ്ധിമുട്ടല്ല, ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മളുടെ കേരളത്തിൽ അറിയാമല്ലോ, ഈ അക്കാഡമിക്സ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മളുടെ ആളുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പഠിക്കണമെന്ന് വേണ്ടെന്ന അങ്ങനെ ഡിസിഷൻ എടുത്ത ആളല്ല ഞാൻ. ഒത്തിരി ശ്രമിച്ചു, പക്ഷെ അത് തലയിലോട്ട് കയറത്തില്ലായിരുന്നു. അപ്പം സ്മോൾ ടൗൺ മെന്റാലിറ്റി, ഒരു മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് അതെല്ലാം അവരുടെ പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒത്തിരി പാടാണ്. അപ്പം ഐ വാസ് ഞാൻ കൊച്ചിയിലെ ഒത്തിരി സ്പോർട്സും ഒത്തിരി ആർട്ട് ക്രാഫ്റ്റ് ടുവേർഡ്സ് ഒത്തിരി ഇൻക്ലൈൻഡ് ആയിരുന്നു. ബിക്കോസ് പേരൻസ് എസ്പെഷ്യലി ഡാഡിക്ക് അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വാസ് നോട്ട് ട്രൈങ് ടു ഡു ഇറ്റ്. അത് പഠിക്കാനുള്ള അത് ഇല്ലായിരുന്നു. അത് ആ സെൻസിബിലിറ്റി, ആ ഡിസ്ലെക്സിയ, എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഫീലിംഗ്. എനിക്ക് ഒത്തിരി ട്രൈ ചെയ്യുമായിരുന്നു. എനിക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു ബീങ് എ മലയാളി കിഡ്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തിരി നല്ല അക്കാഡമിക് മാർക്സ് എല്ലാം കൊണ്ടുവരും. എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ കൊച്ചിയിലുള്ള ഫീലിംഗ് എനിക്ക് ഓർമ്മ ഉണ്ട്. ആ ഫോബിയ, ആ പേടി എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട്. ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷെ അത് കേറത്തില്ലായിരുന്നു ഇങ്ങോട്ട്. And how did you fight that out and you became the one? I didn't fight it. I had to live with it. I've lived with. Like I said, my dad-ന്റെ ഒരു കൊച്ചൊരു കോൺട്രാക്ടിന്റെ ബിസിനസ് ഉണ്ട്. എന്റെ പാഷനും എന്റെ ഹാർഡ് വർക്കും എന്റെ ഹസൽ എല്ലാം വരുന്ന ത്രൂ ഡാഡാണ്. അപ്പൊ എന്റെ ഫിലോസഫി ലൈഫ് യു നത്തിങ് മോർ ദാൻ 2 bodies. അതിന്റെ വെളിയിലായിട്ട് നമ്മൾ ആരും ഒന്നുമില്ല. സോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡി മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ കോമ്പിനേഷൻ ഓഫ് 2 bodies. സോ എന്റെ സ്ട്രഗിളും എന്റെ അധ്വാനവും എന്റെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡും ഡാഡിന്റെ ത്രൂ ആണ് വരുന്നത്. പിന്നെ എന്റെ ക്രാഫ്റ്റും എന്റെ അതെല്ലാം ദാറ്റ് ഇസ് ത്രൂ മൈ മോം. സോ എനിക്ക് പറഞ്ഞ് ധരിപ്പിക്കാൻ ഡാഡിയോട് പറ്റില്ല എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ആസ് എ ഫാദർ ഡാഡി അവരുടെ കൂട്ടുകാരെല്ലാരും പറഞ്ഞ കാര്യങ്ങളെല്ലാരും എന്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവർക്ക് അത്ര എക്സ്പോഷർ ഉണ്ടായിരുന്നുള്ളൂ ദാറ്റ് ടൈം. അപ്പൊ ഞാൻ ട്രൈ ചെയ്തു. ഇഷ്ടംപോലെ അടി വാങ്ങിച്ച്, ഇഷ്ടംപോലെ അടി കിട്ടി, ഇഷ്ടംപോലെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ട് ഇഷ്ടംപോലെ അതെല്ലാം നടന്ന. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തമാശയാണ്. പക്ഷെ ആ ടൈമിൽ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ആസ് എ കിഡ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഡിനോ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പല റോളുകളാണ് ചെയ്തിട്ടുള്ളത്. അസിസ്റ്റന്റ് ഡയറക്ടറും ജൂനിയർ ആർട്ടിസ്റ്റും ഫിറ്റ്നസ് ട്രെയിനറും കോൾ സെന്ററും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ലൈഫ് ഡിനോനെ റാപ്പിലേക്ക് എത്തിച്ചത്? വെൻ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അത് ഭയങ്കരമായിട്ട് ഒരു മിറക്കിൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം ഇങ്ങനെ മനസ്സിൽ ഞാൻ ഒരു കാര്യത്തിൽ ഒത്തിരി ശക്തമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ഒരു ഫീൽഡ്, ഒരു പ്രൊഫഷനോ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യു ഓൾറെഡി ചോസൻ ഫ്രം യൂണിവേഴ്സ് ടു ഡു whatever that you do. So I don't believe in manifestation. I don't believe in all those things. I think universe തന്നെ decide ചെയ്യും ഈ പ്രൊഫഷന് വേണ്ടി നീയാണ്, you're the one that I choose you to do this. So അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു പുൽ ഉണ്ടായിരുന്നു, ഒരു വലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് പുല്ലാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കൊച്ചിയിലെ പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒത്തിരി കാണാനും എല്ലാ സമയത്ത് വെയിലത്തിൽ ഇങ്ങനെ നടക്കണ, കാണാനും ഒത്തിരി അണ്ടർ കോൺഫിഡന്റ്, ഒരു മെലിഞ്ഞ ഒരു പയ്യനായിരുന്നു. പക്ഷെ അകത്തിൽ എന്തോ നോൺ സ്റ്റോപ്പ്, എന്തോ ഒരു റോളർ കോസ്റ്റർ, ഒരു ഓഷന്റെ പോലുള്ള ഫീലിംഗ്, എന്നെ എവിടെയോ വിളിക്കണ അങ്ങനെയുള്ള ഒരു വിചാരം എപ്പോഴും ഉണ്ടായിരുന്നു. ഐ റിമെമ്പർ ഓൾ ദോസ് ഫീലിംഗ്. ദിസ് ഇസ് മൈ ദാറ്റ് എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയുമായിരുന്നു, ഞാൻ പറയുമായിരുന്നു ഐ ഡു സംതിങ്. ആദ്യം ഐ വാണ്ട് ടു ബി എ ക്രിക്കറ്റർ, ദെൻ ഐ വാണ്ട് ടു. സോ ഈ എല്ലാം ജോലി ചെയ്യുന്ന പുറേ ഈ എന്റെ കോൺസ്റ്റന്റ് ഒരു സെർച്ച് ആയിരുന്നു. കോൺസ്റ്റന്റ്ലി എന്തോ യൂണിവേഴ്സ് എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആ സെർച്ചിന്റെ പുറേ ഞാൻ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ ലൈക്ക് എ ബാക്ക് പൈപ്പർ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. സോ വൺസ് ഐ തോട്ട്, ആൻഡ് ബോംബെ വന്നു കഴിഞ്ഞിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു എക്സിസ്റ്റ്. കയ്യിൽ പൈസ ഇല്ലായിരുന്നു, റെന്റ് തരാനുള്ള പൈസ ഇല്ലായിരുന്നു. ബോംബെ ഭയങ്കര സിറ്റി അല്ലേ, ഞങ്ങളൊരു കൊച്ചു സ്ഥലത്ത് നിന്ന് വന്ന ആളുകളല്ലേ. ഇപ്പം ബോംബെയിൽ വന്ന് ഇവിടെ റെന്റ് എല്ലാം കൊടുക്കണം, ഇവിടെ താമസിക്കണം, അതെല്ലാം. സോ ദീസ് ആക്ട്സ് വെർ ഔട്ട് ഓഫ് ഡെസ്പെറേഷൻ. എന്തുകൊണ്ടാണ് ആക്ടിംഗിൽ തന്നെ കയറിയത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഐ വാണ്ട് ടു ബിക്കം സംബഡി. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വൈ ഡോണ്ട് യു ജോയിൻ ആക്ടിംഗ് ക്ലാസ്. അതുകൊണ്ട് ഞാൻ ആക്ടിംഗ് ക്ലാസ് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ പൈസ ഇല്ലായിരുന്നു, പിന്നെ ഞാൻ കോൾ സെന്റർ ജോയിൻ ചെയ്ത്. ഇപ്പം ഇച്ചിരി പണി ആക്ടിംഗിൽ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കോൾ സെന്റർ വിടും, പിന്നെ ഇങ്ങോട്ട് ചാടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. സോ ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ്
trying to exist plus trying to hear the calling. ഓക്കെ. പിന്നീട് എങ്ങനെയാണ് ഇപ്പൊ റാപ്പിംഗിലേക്ക് എത്തിയത് ഫൈനലി? അതും ഭയങ്കര പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയി. പിന്നെ ഇവിടെ ആക്ടിങ്ങിൽ ഇത് മറിച്ച് എല്ലാം ചെയ്തോണ്ട് പിന്നെ ഡാഡി വീട്ടിലോട്ട് വന്ന് പൈസ എല്ലാം ഇല്ലായിരുന്നു കയ്യിൽ. അപ്പം 2-3 വർഷം ഇവിടെ താമസിച്ചു. 2-3 വർഷം ഇങ്ങോട്ട് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ എല്ലാം ഇല്ലാതെ പോയി. വീട്ടിലോട്ട് പോയി. പിന്നെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങളെല്ലാം നടന്ന് ഡാഡി വലിയ വീടെല്ലാം വെച്ച് വിചാരിച്ച് തിരിച്ചു വന്ന ബിസിനസ് എല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് അഗൈൻ ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു. എന്തോ ഞാൻ കോൺസ്റ്റന്റ്ലി ഐ വാസ് ടോക്കിംഗ് ടു ഗോഡ് ആൻഡ് ഐ സെഡ് ദാറ്റ് ദിസ് കാൻറ്റ് ബി മൈ ലൈഫ്. എനിക്കൊരു സ്ട്രോങ് മെസ്സേജ് അവിടെ വന്നുകൊണ്ടിരുന്നു ദാറ്റ് ഐ കാൻറ്റ് ബി വെയറിംഗ് ഹെൽമെറ്റ്. ഞാനൊരു പാട്ടും ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് നിഡർ. യു ഷുഡ് വാച്ച് ഇറ്റ്. ദാറ്റ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒരു 5-6 ദിവസം കുളിക്കത്തില്ല. ഒരു ഫുൾ സ്റ്റെൽഫ് ഡിസ്ട്രക്ഷൻ ലൈക്ക് എവറി ഡേ ഐ യൂസ് ടു ഡ്രിങ്ക്. Then long story short, ബോംബെയിലോട്ട് തിരിച്ചു വന്നിട്ട് അഗൈൻ ആ സെയിം ക്രൈസിസ്, സെയിം ഫെയിലിയർ, സെയിം റോഡ്സ് അതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്റെ ഫ്രണ്ടിന് കോൾ ചെയ്ത് പറഞ്ഞേക്ക് ഐ ഡോണ്ട് ഹാവ് മണി. പിന്നെ ഞാൻ പ്രദീപ് സർക്കാർ എന്ന് പറഞ്ഞ ഒരു ആഡ് ഫിലിം ഉണ്ട്, മേക്കറുണ്ട്, അവരുടെ കൂടെ പണി ചെയ്തുകൊണ്ടിരുന്നതാണ് ആസ് എൻ അസിസ്റ്റന്റ്. ബട്ട് അസിസ്റ്റന്റ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് അറിയാമായിരുന്നു ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. അതൊരു പൈസ. അപ്പൊ ചുമ്മാ ഐ വാസ് ഓൾവേസ് ബീൻ എ റാപ്പ് ഫാൻ. എമിനെം, ഡോക്ടർ ഡ്രേ, സ്നൂപ്പ് ഡോഗ്, ജെയ്സി, ടൂപാക് അതെല്ലാം ഞാനൊരു റാപ്പ് ഫാൻ ആയിരുന്നു. ഞാൻ ഗിറ്റാർ വായിക്കുവാൻ. റാൻഡംലി ഞാൻ ഇങ്ങനെ പോയി ഒരു റോക്ക് ബീച്ചിൽ ഇരുന്ന് ഞാൻ ഈ കഥ ഞാൻ ആക്ച്വലി എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് സ്പെസിഫിക് മൂമെന്റ് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഓൺ ദ റോക്ക്. Rock means rock the beach, not on the rocks. When I was sitting on the rocks, what happened? Okay. So, ഇത് സത്യമായിട്ടുള്ള കഥയാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു 222 ബസ് ഉണ്ട്, ബാൻഡ്ര ടു വർസോവ. ഞാൻ ആ ബസ്സിൽ ഡെയിലി ഇരുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു 25,000 ആണ് എനിക്ക് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരുന്നത്. And I never saw myself doing very good as an assistant director. എനിക്ക് മനസ്സിലായത് I don't feel powerful, in that job. So one fine morning ഞാൻ ഡെയിലി ബസ്സിൽ വന്ന് ഇവിടെ ഒരു കൊച്ചൊരു ബാറുണ്ട്, അവിടെ ഇറങ്ങും. അവിടെ നിന്ന് ഒരു ഓൾഡ് മോങ്ങിന്റെ ക്വാർട്ടർ വാങ്ങിക്കും. ആ ക്വാർട്ടർ തംസ് അപ്പ് വാങ്ങിച്ചോണ്ട് ബീച്ചിലോട്ട് പോകും. ബീച്ചിലോട്ട് ഇരുന്ന് ദാറ്റ് ബിക്കേം മൈ വെരി കംഫർട്ടബിൾ സോൺ. സോ അവിടെ ഇരുന്ന് ഇച്ചിരി കരയും, ചിലർ ഇരുന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും അബൌട്ട് എങ്ങോട്ടാണ് ഞാൻ ഇപ്പം എക്സാക്ട്ലി പോണത്, എങ്ങോട്ടാണ് ലൈഫ് എന്നെ കൊണ്ടുപോണത്. ആ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ വന്ന് ഗിറ്റാറും കൊണ്ട് എന്നിട്ട് അയാള് ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ഐ യൂസ് ടു പ്ലേ ബേസിക് ഗിറ്റാർ, ഹോട്ടൽ കാലിഫോർണിയ ആൻഡ് ഓൾ ദോസ് സോങ്സ്, ബേസിക് സോങ്സ്. ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. എല്ലാം ഒറിജിനൽ പാട്ടാണ് അവൻ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ചുമ്മാ ചോദിച്ചത് ടു മീ കോമ്പോസിഷൻ ആൻഡ് സോങ് മേക്കിംഗ് ഇസ് ലൈക്ക് ഒരു ട്രക്ക് ലോഡ് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരണം വീട്ടിലോട്ട്, അത് കഴിഞ്ഞിട്ട് പഠിക്കണം. അതാണ് നമ്മളുടെ എല്ലാം വിചാരം, to make a song, because we never did it. True. So അവൻ പറഞ്ഞു നൈ ഭായ്, these are basic chords which I'm playing. So I thought he's just lying and trying to be modest. So I said basic chord എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു ഈ പാട്ടെല്ലാം. So he just played a A minor chord and a C, and he said, and I can't explain that feeling again. It's been almost 6 years, but I still remember that feeling. So that just unlocked everything about music, that moment. And I don't know what happened to me that time. So ഈ എക്സാമ്പിൾ തന്നോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റന്റ്ലി ആ എല്ലാ മ്യൂസിക് ഉണ്ടാക്കുന്ന പരിപാടി അൺലോക്ക് ആയി. ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഡു ദിസ്. അവൻ എക്സാമ്പിൾ എനിക്ക് തന്നോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവന്റെ കാലം നല്ല സിംഫണീസ്, മെലഡീസ് എന്റെ അകത്ത് വന്നുകൊണ്ടിരുന്നു. ഞാൻ വീട്ടിലോട്ട് ഓടി. എന്നിട്ട് ഒരു കൊച്ചൊരു ഗിറ്റാർ ഇരിപ്പുണ്ടായിരുന്നു കോണർ. എന്തോ ചെയ്ത് അപ്പൊ എന്റെ ഫ്രണ്ട് വീട്ടിലുണ്ടായിരുന്നു, മുസ്ലിം ആയിരുന്നു, നമാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഡേ ഹി ആസ്ക്ഡ് മീ ദാറ്റ് വാവ് യാർ വാട്ട് എ സോങ്. സോ ഹി ഈസ് മൈ മെന്റോർ, ഹിസ് നെയിം ഈസ് സൽമാൻ അഫ്രോസ്. ഞാൻ പറഞ്ഞു, സൽമാൻ ഭായ് ഞാനാണ് ഉണ്ടാക്കിയത്. ഇവരുടെ ഫിലിം സോങ് അല്ലല്ല, ഞാനാണ് സോങ് എന്ന് പറഞ്ഞ ഒരു എന്തോ മെലഡിയാണ് ഉണ്ടായത്. പിന്നെ ബിക്കോസ് ഐ വാസ് എ റാപ്പ് ഫാൻ, ലോങ് സ്റ്റോറീസ് ആണ് ആക്ച്വലി. ഇതെല്ലാം പറയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തീരത്തില്ല. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ദിസ് ഹാപ്പൻഡ്. ദിസ് ഗായ് കേം ഇൻ. ഇയാൾ എന്നോട് ചോദിച്ചു, ഇറ്റ്സ് ജസ്റ്റ് എ മിറക്കിൾ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്.
So I was a rap fan. എന്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ സ്ട്രം ചെയ്ത് मेरे पास पैसे नहीं है. Ratu, please खाना बना दे यार. I don't know what to do in life. So I should I rap? And he said, yeah. I said, and that time, I'm talking almost 6 years back. Hip hop ഒന്നും ഇല്ല ഇവിടെ ഇല്ലായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല ഇവിടെ. പൈസ ഹിപ്പ് ഹോപ്പ്. This is pure out of passion and drive. So that's how my journey started. So maybe you're really chosen, le? Everybody is chosen, bro. I mean, it's, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെ നിന്നാണ് ഈ സോങ്സ് വരുന്നത്? എവിടെ നിന്നാണ് ഈ ഐഡിയാസ് എല്ലാം വരുന്നത്? It's not you. Why can't you think about songs and scripts and ideas every day? So അത് വന്ന സമയത്ത് വരും. നമ്മുടെ ഷോയിൽ വരുന്ന ഗസ്റ്റിനോട്, എസ്പെഷ്യലി പെർഫോമിംഗ് ആർട്ടിസ്റ്റിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. There is a moment in life when you feel that you have arrived. അതേ ചോദ്യമാണ് എനിക്ക് ഡിനോട് ചോദിക്കാനുള്ളത്. When was that moment in your life when you felt that, okay, fine, now I have arrived? Or probably ഒരു മേജർ ആയിട്ട് ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഇൻ ലൈഫ് എന്ന് പറയില്ലേ, അത് എപ്പോഴാണ് തോന്നിയത്? അതായത് റാപ്പിംഗ് ക്യാൻ ബി യുവർ കരിയർ, അല്ലെങ്കിൽ സീരിയസ്ലി എടുക്കാമെന്ന്, അത് എപ്പോഴാണ് തോന്നിയത്? ഇല്ല, അത് റാപ്പിംഗ് എന്ന് പറഞ്ഞ ആദ്യത്തുള്ള പാട്ട് എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാവുന്ന ബ്ലഡി ഗുഡ് അറ്റ് ഇറ്റ്. Okay. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ആ പാട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ദാറ്റ് ഐ നോ ദിസ് ജോബ്, ഐ നോ ദിസ് പ്രൊഫഷൻ. അതെനിക്ക് എന്തായാലും മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി നല്ല ആളുകളെയാണ് ഐ കൺസിഡർ മൈസെൽഫ് that I'm a sensible guy. പക്ഷേ ആ റാപ്പർ തലയിലോട്ട് വയ്ക്കാനുള്ള വെള്ള ഹിമ്മത്ത് എനിക്കില്ലായിരുന്നു. ആ തന്തേടം യൂസ് ചെയ്യ, റൈറ്റ്? ആ തന്തേടം എനിക്കില്ലായിരുന്നു ടു കോൾ മൈ സെൽഫ് എ റാപ്പ്. സോ വെൻ ഐ ഹവ് അറൈവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ആദ്യത്തെ പാട്ട് തുടങ്ങി തന്നെ എനിക്ക് റെക്കഗ്നേഷൻ കിട്ടാൻ തുടങ്ങി. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എനിക്ക് ഫീൽ വന്നിട്ടില്ല ഞാൻ അറൈവ് ആയിരുന്നു. I swear, I'm just thinking that I just think that ഞാൻ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, hip hop culture, rapping. ഒരാഴ്ച മുമ്പ് ഒരു പാട്ടിട്ടായിരുന്നു യൂട്യൂബിൽ, അതിന് വ്യൂസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യു ആർ നോട്ട് എ ഫാൻ, യു ആർ ദ വൺ ഹൂസ് ലിവിങ് ഇറ്റ്. So yeah, I mean, God has been kind. What else I should say? ഡിനോന്റെ പാട്ടുകളിലെ സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിന്റെ തീം എന്ന് പറയുന്നതും പലപ്പോഴും ഡിനോന്റെ പേഴ്സണൽ ലൈഫിലത്തെ ഒരു എപ്പിസോഡാണ് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് ഓഫ് ദം പെയിൻഫുൾ കൂടിയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പലപ്പോഴും ഈ പെയിൻ നമ്മൾ റിലീവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഫോർ ദ സേക്ക് ഓഫ് ആർട്ട്. ഓക്കെ, നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു കാര്യം, വി ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ, നമ്മൾ പ്രസന്റ്ലി ജീവിക്കും, മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് പലപ്പോഴും അത് സാധിക്കണമെന്നില്ല. പലപ്പോഴും ആ പഴയ പെയിനിലേക്ക് പോയിട്ടാണ് അവന്റെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു മാജിക് നടക്കുന്നത്. ഹൗ ഡു യു മാനേജ് ടു ഡു ദാറ്റ്? No, life is very miserable, bro. An artist എന്ന് പറഞ്ഞ, I consider artist like a candle. നമ്മൾ ചുമ്മാ കത്തിക്കൊണ്ടിരിക്കും. So you're constantly burning yourself to give life to other people and society through your songs and through your craft. It's very miserable. It's very painful at times to create and go. It's just that you're born very miserable, at sometimes I feel that, especially ende poleulla genre where I'm going back and trying to tell a story, which is important also. ചില സമയത്ത് എനിക്ക് തോന്നും ഇതിന് ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് എനിക്ക് ഇപ്പൊ എഴുതാനുണ്ട്. എക്സാമ്പിൾ, എന്റെ മമ്മിക്ക് ഇച്ചിരി അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൈഫിലുണ്ട് ഒത്തിരി വലിയൊരു ഡാർക്ക് പോയിന്റ് ആണ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പൊ മമ്മി ഒത്തിരി കൂടുതൽ ഹെൽത്തിയാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ആ സോങ് എഴുതാൻ ഇതുവരെയുള്ള കറേജ് വന്നില്ല. സോ ആർട്ടിസ്റ്റ് ലൈഫ്, ഇറ്റ്സ് നോട്ട് ഞാൻ മാത്രമല്ല, ഐ മീൻ നിങ്ങളും എല്ലാവരും ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ലൈഫ് റെഗുലർ ഇൻഡിവിജ്വലിന്റെ പോലെയുള്ള ലൈഫ് എന്തായാലും ഒരിക്കലും കാണത്തില്ല. അത് ആർക്കും മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദാറ്റ് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്സ് കിട്ടിയ അതൊരു ബ്ലെസ്സിങ് ആണ്, നല്ല പാർട്ട്ണറിനെ കിട്ടിയ അതൊരു, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ലൈക്ക് അസ്. So you have to live with it. You can't. The people who are ignorant, a lot of people fight. അതുകൊണ്ടല്ലേ ഒത്തിരി എൻസൈറ്റിയും ഡിപ്രഷനും ഇതും അതും. ബിക്കോസ് നോർമൽ പീപ്പിൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മളുടെ ആ ക്വസ്റ്റ്യൻ ഇസ് വെരി വൾനറബിൾ. ആ നമ്മൾ സീറോന്ന് ഫീൽ ചെയ്ത നോർമൽ ആളുകളെ അത് കാണിക്കും. അതിന്റെ പ്രോസസ്സിൽ നമ്മളാണ് നോൺ സ്റ്റോപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത്. So that is a part of profession and part of how you are made. So you can't help it. What is success according to you?
at least? What is success for you? It's just happiness. It's just being happy. And it's not material for sure. നമ്മൾ വിചാരിക്കും ഈ സക്സസ് എന്ന് പറഞ്ഞല്ലേ, ഞാൻ ചില സമയത്ത് ഞാൻ വിചാരിക്കുമ്പോൾ ഈ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലൗഡിനെ കാണത്തില്ലേ, അപ്പം ദൂരെ നിന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ദിസ് ഒരു സോളിഡ് എന്തോ മെറ്റീരിയൽ ആണ്, അതിൽ പോയിരിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കത്തില്ല ചില സമയത്ത് നമ്മൾ ക്ലൗഡിൽ അകത്ത് തന്നെ ആയിരിക്കും. ബട്ട് യു ഡോണ്ട് റിയലൈസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ദൂരെ നിന്ന് കാണുമ്പോൾ ഇനി ഒരു അച്ചീവ്മെന്റ്, പിന്നെ ഒരു അച്ചീവ്മെന്റ്, പിന്നെ ഒരു അച്ചീവ്മെന്റ്, ആദ്യം നമുക്ക് ഒരു ഇച്ചിരി പൈസ വേണം, അത് കഴിഞ്ഞിട്ട് വീട് വാങ്ങിക്കണം. ചില സമയത്ത് ഒരു സെൽഫി ആദ്യമായിട്ട് ആരെങ്കിലും എടുത്താൽ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷേ ഇത് എന്ത് പറഞ്ഞാൽ ഇതൊരു ജോലിയാണ്. അപ്പൊ എല്ലാ സമയത്തും നിങ്ങൾ നെക്സ്റ്റ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. സോ യു ഡോണ്ട് റിയലൈസ് ദാറ്റ് യു ആർ ഓൾറെഡി ലിവിങ് യുവർ ഡ്രീം. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് വെരി ട്രിക്കി. So whenever you're successful, whenever you're happy in whatever situation that you are in, that means constant happiness is success to me. ഒത്തിരി ആളുകളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഇഷ്ടം പോലെയുള്ള ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലും വലിയ വലിയ ആളുകൾ. നമ്മൾ ഈ ജന്മത്തില് ആ പൊസിഷൻ എത്താത്തുള്ള ആളുകൾ, അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള മിസറബിൾ കണ്ടീഷനിലാണ്. That means that it's not about money for sure. Okay. It's about just being happy doing what you do. And how do you handle criticism, especially when you're an artist, and especially in the age of social media? How do you handle that? I get affected, so I let it be. Okay. I get affected. By the grace of God, that I never got too much of hate in my life. Like major hate ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല by the grace of God. പക്ഷെ ചില പാട്ടും ഇതും about my creation അതെല്ലാം വരാറുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. It will heal. ഒരു വൂണ്ടിന്റെ പോലെയാണ്. ചില ഫസ്റ്റ് ഡേ ഒത്തിരി it will burn. Second day it will reduce, and third day you'll go back to your work. So yeah, I mean, ആദ്യം ചില സമയത്ത് റിയാക്ഷൻ എല്ലാം കണ്ട ഇതല്ലല്ലോ ഞാൻ വിചാരിച്ചത്, ഇവന്മാരെന്താ ഇങ്ങനെ പറയണത്, ഇത് ഓർത്തല്ലല്ലോ ഞാൻ, ഇതിന്റെ മീനിങ് ഇതല്ലല്ലോ, ഇതെല്ലാം ഇഫക്റ്റ് ആവും. ഒത്തിരി പാട്ടുകളുണ്ട് ഞാൻ വിചാരിച്ചു 200 million വരെ എത്തും, 300 million വരെ എത്തും, അത് എത്തില്ല അതുവരെ. അത് എല്ലാവരുടെ കൂടെയാണ്. ഒരു 1 day 2 day you will feel bad, പക്ഷെ your inherent make is a fighter. So I trust my make that I'll come back to my elements. അത്രേ ഉള്ളൂ. So ഇനി നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം. മലയാളം സിനിമകൾ കാണാറുണ്ടോ? ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗ്രോയിങ് അപ്പ്, കിലുക്കം, ചെങ്കോൽ, Ramji Rao speaking, all the songs. I mean, Manar Mattai, and what was that film? Raja Manikyam. All those films. I mean, so I'm a huge fan of Jagdish sir, Innocent, oh my God, Mohanlal, Mammootty, obviously, Lalu Alex, wow, Sukumari, and I don't know, Cochin Hanif is no more. There's so many people. Mamuka, Mamukala, what do you? I forgot his name. Mamukoya. Mamukoya. There are so many people actually, that I relate, and personally, I'm a big Innocent fan. I just love Innocent. Yeah. ഹ്യൂമർ ആണ് ബേസ് എന്നർത്ഥം. ഹ്യൂമർ ആണ് ബേസ്ഡ്. പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങനെയുള്ള ആക്ടിങ്ങും അതൊത്തിരി കുറവാണ്. കേരളത്തിലുള്ള ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആക്ടിങ് ഐ ഫീൽ സംടൈംസ് ഫീൽ വെരി അൺഫോർച്ചുനേറ്റ് ഓഫ് അതർ ലാംഗ്വേജ്. അവർക്ക് നമ്മളുടെ മനസ്സിലാത്തില്ല. എക്സാമ്പിൾ കോട്ടയം കുഞ്ഞച്ചൻ എല്ലാം, those are very, very beautiful. I grew up watching all those films. So, I mean, big fan. അപ്പോ മലയാളത്തിൽ ഇതിലെ ഫേവറേറ്റ് ആയിട്ട് ഡയലോഗ് ഉണ്ടോ? ഫേവറേറ്റ് മലയാളം ഡയലോഗ് ഇഷ്ടംപോലെ ആക്ച്വലി ഉണ്ട്. ഇഷ്ടംപോലെ തെറികളാണ് അതില്. പക്ഷെ അങ്ങോട്ട് ഞാൻ വീട്ടിലോട്ട് നോർമലി ഞാൻ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാത്തില്ലല്ലോ. മമ്മി പറയും ചുമ്മാ ഇരിക്കും, നീ ഇവന്മാർക്ക് ഹിന്ദിക്കാരെല്ലാം പറഞ്ഞ അവർക്ക് ഇത് പഠിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. So that's a cute moment between, me and my parents. പക്ഷെ എനിക്ക് ഒരു നല്ലൊരു ഡയലോഗ്, ഇച്ചിരി ഇന്റൻസ് ആയിട്ടൊരു ഡയലോഗ് ഓർമ്മ ഉണ്ട്. ഈ ഇടയ്ക്ക് ലൂസിഫറിലുള്ള അതില് ഈ സുരേഷ് വിവേക് ഒബ്രോയ് പറയത്തില്ലേ മോഹൻലാലിനോട്, എനിക്കറിയാം നീ അവിടെ ദുബൈയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ട്, മോഹൻലാൽ പറയും
ഇത് യുനോ ഇത് എനിക്ക് മലയാളത്തിൽ എക്സാക്ട്ലി എന്താ, പക്ഷെ അതിന്റെ മീനിങ് ഒത്തിരി നല്ലതാണ്. അവൻ പറഞ്ഞ ഇത് നന്മയും തിന്മയും ഉണ്ടായിട്ടുള്ള ഫൈറ്റ് അല്ല, ഇത് തിന്മയും ഭയങ്കര ആൾക്കായിട്ടുള്ള തിന്മയും ഉള്ള ഫൈറ്റ് ആണ്. I don't know how to say it, you know. It's not a fight between wrong and right. It's a fight between wrong and very wrong. നീ ചെയ്യണ വെരി റോങ് ആണ്. അതല്ലാതെ എനിക്ക് പോടാ മോനെ ദിനേശ് സവാരി ഗിരിഗിരി I remember. യുനോ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ എനിക്ക് ഇൻസ്റ്റന്റ്ലി ഓർമ്മ വരുന്നില്ല. ഓക്കെ, പാട്ടാണെങ്കിലോ അത് വലിയ ഓർമ്മയുണ്ടോ? ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ആയിട്ടുള്ള ഒരു പാട്ട് എനിക്ക് 1000 കണ്ണുമായി അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു നോസ്റ്റാൾജിയ തരുന്ന പാട്ടാണ്. പിന്നെ അതല്ലാതെ ഇഷ്ടം പോലെ ഭക്തിഗാനെല്ലാം മമ്മി പാടുമായിരുന്നു. തിരുനാമ കീർത്തനമെല്ലാം. അമ്മേ, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിന് നാഥ, ഈ ജീവിതം എന്തിന് നാഥ. So I translated this in Hindi. तेरे नाम सहारे हम दीन दुखियारे, तू पालनहार है देवा, आंसू हमारे हर लेना सारे, तू आखिरी आस है देवा, बस तू विश्वास है देवा. So I've done this part, yeah. Yeah, so ഇനി മലയാളം പാട്ട് അതിന്റെ ഒരു വേറെ ഒരു ഫീൽ ആണ്. ഓക്കെ, പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യമായിട്ട് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, വോ എന്ന് പറഞ്ഞ പാട്ട്. ഇക്ക ആൻഡ് ബാദ്ഷാ ആയിട്ട് കൊലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. എത്ര വ്യൂസ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഈ ഇന്റർവ്യൂ വരുമ്പോൾ തന്നെ അതിന്റെ വ്യൂസ് ഒരു 10 ഇരട്ടി കൂടിയിട്ടുണ്ടാവും. പക്ഷെ അത് യൂട്യൂബിലെ ട്രെൻഡിങ് ആണ്. അതിന്റെ കഥ എന്താണ്? ഒരു ഗന്ധമില്ല. ആക്ച്വലി ഇക്ക വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു സ്മോൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇക്കോട് ചോദിച്ചത് എന്താണ് ഇതിന്റെ, ഞങ്ങൾ ചുമ്മാ റാപ്പേഴ്സ് അല്ല, ഞങ്ങളിപ്പം കാണുമ്പോൾ ചുമ്മാ ഞങ്ങൾ വൈബ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവനൊരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത്, അപ്പൊ ഇൻസ്റ്റന്റ്ലി ചില പാട്ട് നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് അവനിങ്ങനെ കാണുന്നത്, ഞങ്ങൾ ഇങ്ങനെ ചിൽ ചെയ്യണത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ വിളിച്ച് ഞാൻ പറഞ്ഞു എന്തെങ്കിലും യു വാണ്ട് ടു കൊലാബറേറ്റ്. അവനൊരു പാട്ട് അയച്ച ഉടനെ എനിക്ക് മനസ്സിലായില്ല, വാവ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ പാട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഈ പാട്ട് തന്നെ യുനോ ഇത് ജസ്റ്റ് കെയിം ടു ലൈഫ്. സോ ഞാനൊരു പാട്ട് എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ പാട്ട് ഹസൽ, I was judging ഹസൽ, MTV ഹസൽ. സോ ഹസൽ ഞങ്ങൾ പെർഫോം ചെയ്ത ഉടനെ ബാദ്ഷാ ഭായി അത് കേട്ടിട്ട് he got so emotional, he got mad, and he called me next day and ബാദ്ഷാ ഭായി ചോദിച്ചു, can I want to say something in this song. I said, bhai, I mean, you know, it'll be a big thing. സോ അങ്ങനെയാണ് ഇത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആരും ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തില്ല, ഒരു ലേബർഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡിസ്കഷൻ ഒന്നും നടന്നില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ലൈക്ക് എ ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് യു ആൻഡ് മീ ആർ ടോക്കിംഗ്, അങ്ങനെ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ദിസ് സോങ് ഇസ് വെരി സ്പെഷ്യൽ, നോട്ട് ബിക്കോസ് ദിസ് സോങ് ഇസ് സ്പെഷ്യൽ because I get to know Ikka and Badshah Bhai personally better, you know, to human level. So this song is even more special to me because I got introduced to two amazing, you know, artists and people in my life. Can you request you to sing a few lines from the song, please? Yeah, of course. मैंने करी ये खता है, लिया मेरा साइड, गलती छुपा के सारे ब्लैकों की अवॉइड, मेरे बिना शी इज डाइंग, फैलाऊं मैं अफवाहें, काफी सारा कहना पर पता नहीं तो का है, जैसे मिस में करूं बेबी यू मिस में क्या, मेरे बर्थडे में बेटा तूने विश नहीं किया, दिनों स्ट्रांग है बताइए तुझे किसने कहा, खैर अब तो झेलना पड़ेगा पेन ये हिस्से का, क्या पुराने अपने चैट्स को तू करती होगी रीड, क्या तू टाइप करके मैसेजेस करती होगी डिलीट, क्या तू भी पूछना चाहती है कि कैसा है तू डी, क्या तू भी ट्राई कर रही है, आर यू ट्राइंग टू रीच, मैं तेरे ख्याल में नहीं हूं पर तू ख्याल रखना, अത്രേ ഉള്ളൂ. डी साथ में नहीं थोड़ा मलाल रखना, जो भी था मेरे पास वो हुआ एग्जॉस्ट, वापस प्यार करने की करूं मजाल, हम तो डूबे हैं. Oh wow, what a journey. Wow. They ticket എടുക്കാതെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് ഡിനോയുടെ പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടാ. What more can I ask for? Yeah, I mean it's beautiful. 2012 രണ്ടാമത്തെ തവണ മുംബൈയിലേക്ക് വന്നപ്പോൾ ഡിനോന്റെ ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് ഡിനോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2022 everything what you're doing is very clear. You know what we are going or where you're heading on to.
തിരിഞ്ഞു നോക്കുമ്പോൾ when you look back, what mind space are you in right now? I'm grateful. I mean, ഇതൊരു അത്ഭുതം അല്ലാതെ വേറെ ഒന്നും അല്ല. I mean, I don't take credit of anything what I do, bro. I mean, it's only because Rani James, my mom's prayer. There are people who are working harder than me. ഒത്തിരി ടാലന്റഡ് ആളുകളുണ്ട്. എനിക്ക് അറിയാവുന്ന ആളുകൾ എന്റെ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി ടാലന്റഡ്, ഒത്തിരി ഹാർഡ് വർക്കിംഗ് ഉണ്ട്. I just been very lucky. So I feel very humbled. I feel very, very extremely lucky. And I think I'm the chosen one. And അതല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല, to be honest with you. I feel very lucky. കേരളത്തിൽ ഒരുപാട് റാപ്പേഴ്സ് വരുന്നുണ്ട്, എസ്പയറിംഗ് ആയിട്ടുള്ള കുട്ടികളും പെർഫോമിംഗും കാര്യങ്ങൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ വൺ പീസ് ഓഫ് അഡ്വൈസ് ഇഫ് യു ഹാവ് ടു ഗിവ്, എന്തായിരിക്കും അത്? ഞാൻ എല്ലാവർക്കും ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ എസ്പെഷ്യലി ഹിപ്പ് ഹോപ്പ് ഇസ് എൻ ആർട്ട് ഫോം. അത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫിലിം പാട്ടാണെങ്കിൽ നമ്മളൊരു ഡയറക്ടറുടെ ഒരു ബ്രീഫ് അനുസരിച്ചായിരിക്കും നമ്മൾ പാട്ട് എഴുതേണ്ടത്. പക്ഷെ ദിസ് ഇസ് ഫോർ യു. സോ അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞ കൾച്ചറും അതും ലൂസ് പാന്റും ജീൻസും ഇട്ടുകൊണ്ട് നടക്കുന്ന നല്ല നല്ല കൂൾ പരിപാടിയാണ്. ബട്ട് ബി യുവർ സെൽഫ്, ടെൽ യുവർ സ്റ്റോറി, ഡോണ്ട് ലൈ ടു യുവർ സെൽഫ്. വീട്ടിൽ പൈസ ഇല്ലെങ്കിൽ അത് പാട്ടിൽ എഴുതണം. എനിക്ക് വേണ്ട വീട്ടിൽ പൈസ ഇല്ല. Don't unnecessarily flex things and say things that you're not. If you want to become a rapper wearing a mundum jubba ittittu stage la podanulla or image venengil, do that. There are no rules. Just be yourself. Thank you so much for being in the show. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഡിനോന്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാനും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അധികം വൈകാതെ തന്നെ മലയാളത്തിൽ ഒരു പാട്ടും ഒരു ക്രിയേഷനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബിഫോർ വി ലീവ് യു, ക്യാൻ യു പ്ലീസ് റാപ്പ് ദ ഷോ വിത്ത് യുവർ ഓൺ റാപ്പ്? Any rap? Any rap? പറ്റുമെങ്കിൽ കേരളം, ദിസ് ഇസ് ജസ്റ്റ് എ റിക്വസ്റ്റ്, ഇഫ് പോസിബിൾ. നമ്മുടെ മെയ്ഡ് ഇൻ കേരള എന്നാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും അങ്ങനെ ഒന്ന് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഹിന്ദി? I'm ready. യോ വേ, എന്തായാലും കുഴപ്പമില്ല. तो सनीश के साथ मैं अपने पुराने केरला के दिल के तार छेड़ता. I'm proud and I'm so happy that you featured me in Made in Kerala. Thank you so much, brother. Thank you so much. Thank you, bro. Thank you. Lots of love. Thank you so much. പെട്ടെന്ന് കാണാം കേരള വരുമ്പോൾ. I'll come to your studio and our in-face interview നമുക്ക് നടത്താം. Yes, you are more than welcome. Lots of love to all the Malayalis. I'll see you. Made in Kerala, made in Kerala. Radio City Originals.